ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിലേന് കണ്ട പോലെ നമ്മുടെ പഴയ ഫോട്ടോസ് നമുക്ക് സിമ്പിളായിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ പറയുന്ന പ്രോംപ്റ്റ് വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഇമേജിനെ നമുക്ക് നല്ല ഏത് നല്ല രീതിയിൽ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. ഇത് ഞാൻ എഐനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എ ഐ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഴയ ഫോട്ടോസ് നമുക്ക് സിമ്പിളായിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചാറ്റ് ജി പി ടി തന്നെയാണ്. അപ്പം ചാറ്റ് ജി പി ടി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസ് റീസ്റ്റോർ ചെയ്യാം. ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ റീസ്റ്റോർ ചെയ്ത് കറക്റ്റ് ചെയ്തേക്കുന്ന ഇമേജസ് ആണ്. അപ്പം നിങ്ങൾക്കിത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നല്ല കളർഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഫോട്ടോസ് നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് നമ്മൾ കളറൊക്കെ ആയി നമ്മുടെ വീട്ടിലുള്ള അച്ഛനോ അമ്മമാരുടെയോ അല്ല ചേട്ടന്മാരെയോ അല്ല കുറേ വയസ്സായവരുടെ ഫോട്ടോസൊക്കെ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കാം. ആരുടെ സഹായം വേണ്ട, വെറും 5 മിനിറ്റ് മതി. സോറി, സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ വഴി ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ചാറ്റ് ജി പി ടി വഴിയാണ് ചെയ്താൽ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടും. ചാറ്റ് ജി പി ടി വഴി ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫസ്റ്റ് ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡയലോഗ് ബോക്സ് തുറന്നിടും. ഇത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് വഴി ഒന്ന് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിടുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഒരു പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് ഉണ്ട്. ആഡ് ഫ്രം ആപ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് അങ്ങനെയുള്ളൊരു സ്റ്റോറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഓൾറെഡി തന്നെ ഈ ഫോട്ടോസാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചല്ലേ, അത് തന്നെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി തന്നെ ഒരു കമാൻഡ് ഞാൻ കൊടുത്തിരിക്കുക. ആ കമാൻഡ് അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫോട്ടോസ് റീസ്റ്റോർ ചെയ്ത് തരും. നല്ല കളർഫുൾ. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. കാരണം എന്ന് വെച്ചാൽ പല എ ഐ വെച്ച് ചെയ്താലും അതിൻ്റെ മുഖമോ കണ്ണോ ബാക്കിയുള്ള ഭാഗങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും. പക്ഷേ ഈ ഒരു പ്രോംപ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഓൾറെഡി തന്നെ ഞാൻ ഓൾറെഡി തന്നെ പ്രോംപ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്നെ ചെയ്യുന്നത് ഇവിടെ റൈറ്റ് സൈഡ് താഴെ കണ്ടോ ഒരു ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ആൻ ഇമേജ് കൊടുക്കണം. ഓക്കെ, അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രിയേറ്റ് ആൻ ഇമേജ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു ആരോ മാർക്ക് ഉണ്ടോ മുകളിലേക്കുള്ള, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, പ്രോസസ്സ് ആവും. പ്രോസസ്സ് ആയതിനു ശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കും. എന്നിട്ട് താഴേക്ക് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജസ് ലോഡായി ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രോസസ്സ് ആയിക്കൊണ്ട്. അപ്പം ഇങ്ങനെ കാണിക്കും, എഴുതി കാണിക്കും പ്രോസസ്സിങ് ഇമേജ് എന്ന് പറഞ്ഞ്. അപ്പം കുറേ പേര് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും. കുറച്ചല്ല, ചിലപ്പോൾ നിങ്ങളുടെ നെറ്റിനനുസരിച്ച് അതിൻ്റെ സെർവറിൻ്റെ സ്പീഡ് അനുസരിച്ച് കുറച്ച് അധികം സമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് നല്ല അടിപൊളി ഇമേജസ് കിട്ടും. ഞാൻ ഓൾറെഡി തന്നെ റീസ്റ്റോർ ചെയ്തൊരു ഇമേജ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ. ഓക്കെ, ഞാൻ റീസ്റ്റോർ ചെയ്ത ഇമേജ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ ഇതാണ് ഞാൻ റീസ്റ്റോർ ചെയ്ത ഇമേജ്. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ പരിമിതി കാരണം ഞാൻ നേരത്തെ ചെയ്തു വെച്ചെന്നുള്ളൂ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഇമേജ് ഇതാണ്. ഓക്കെ, ഇമേജ് ഇത് കൊടുത്തു. ഇമേജ് കൊടുത്തതിന് ശേഷം ഞാൻ അപ്പുറത്തെ പ്രോംപ്റ്റ് ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ വരും. ഒറ്റ സെക്കൻഡേ, നിങ്ങൾ സ്ക്രീനിൽ നോക്കിയേ. അടിപൊളിയായിട്ട് നമ്മുടെ മുകളിലത്തെ ഫോട്ടോ കറക്റ്റായിട്ട് റീസ്റ്റോർ ആയിട്ട് വന്നിട്ടുണ്ട്. എക്സാക്ട്ലി ക്ലിയർ, നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കളേഴ്സും ബാക്കിയുള്ള എല്ലാം ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ പാരൻസിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസും റീസ്റ്റോർ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് തരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ വരച്ച് എടുക്കാൻ വേണ്ടി പറ്റുമോ. ചിലരുടെയൊക്കെ വീടിൻ്റെ ഭിത്തിയിൽ നോക്കുമ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ വരച്ചിട്ടാക്കി വെച്ചു. ഇനി ഇതൊന്നും ഒരാവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് എയിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്ന കുറച്ച് എയിലെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി തന്നെ ഒരു സ്കൂൾ കുട്ടീൻ്റെ ഇമേജ് എടുത്തായിരുന്നു. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് ഞാൻ ഈ സെയിം പ്രോംപ്റ്റ് കൊടുത്തു. അത് ഓൾറെഡി തന്നെ ഇമേജ് എനിക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനത് വീണ്ടും വേറൊരു ചെറിയ പ്രോംപ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു നോക്കി. അപ്പം ഞാൻ പഴയൊരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെ ഇമേജസിന് കളേഴ്സ് വന്നിട്ടില്ല. അല്ലാതെ തന്നെ ഇമേജസിൻ്റെ ബാക്കിയുള്ള ടെക്സ്റ്റേഴ്സും സോറി ഈ പറയുന്ന സ്ക്രാച്ചസും ബാക്കിയുള്ള എല്ലാം റിമൂവ് ആയിട്ട് നല്ലൊരു ഇമേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും ഫയൽസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇമേജസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് ഞാൻ ഈ പറയുന്ന പ്രോംപ്റ്റ് ഒന്ന് നിങ്ങൾ കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് എക്സാക്ട്ലി ആയിട്ട് കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന
പുതിയ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറക്കാതെ ഒന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിനും വരെ ഓക്കെ ബൈ, താങ്ക്സ്.